ഗോകുൽ, ഇയാൾ അന്നും ഈ കൊലപാതകം ചെയ്ത ശേഷം ഇതേപോലെ തന്നെ ഓടിപ്പോവുകയായിരുന്നു എന്നാണ് നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണോ ഈ നെല്ലിയാമ്പതി മലനിരകൾ കേന്ദ്രീകരിച്ച് തന്നെ ഇപ്പോൾ ഒരു തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നതും? അതായത് കഴിഞ്ഞ തവണ 2019 കൊലപാതകത്തിന് ശേഷം ഇയാളെ 5 ദിവസത്തിന് ശേഷമാണ്, 4 ദിവസത്തിന് ശേഷമാണ് പോലീസ് പിടികൂടുന്നത്. ഈ വനമേഖലയിൽ നിന്ന് ഇയാൾ ഇറങ്ങി വന്നതിന് ശേഷമാണ് പോലീസ് പിടികൂടുന്നത്. അത്രമാത്രം ഈ വനമേഖല, ഈ പ്രദേശത്തെ അറിയാവുന്ന ഒരാളാണ് ഇയാൾ. ആ രീതിയിലൊക്കെ തന്നെ പോലീസ് അതിനെ അരിച്ചു പറക്കുന്നതിനായി, ഈ വനമേഖലയിൽ അരിച്ചു പറക്കുന്നതിനുള്ള സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അത്രമാത്രം വലിയ രീതിയിലുള്ളൊരു തിരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം ഈ പ്രദേശത്തെ ഇയാൾക്ക് അത്രമാത്രം അറിയാം, അവിടെ ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങൾ അറിയാം. അതുമാത്രമല്ല ഇയാൾ നല്ല ആരോഗ്യവാനാണ്. അത്തരത്തിൽ തന്നെ ചില ദിവസങ്ങളൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാതെ ഒക്കെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു രീതി ആൾക്കറിയാം. 2019 അനുഭവം വെച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇന്നും നടക്കുക. പക്ഷേ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവിടെ കണ്ടെത്തുക എന്നുള്ളത് പ്രായോഗികമാണ്. ഇടതൂർന്ന വനങ്ങളുള്ളൊരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഡ്രോൺ പരിശോധന ഇന്നലെ നടത്തിയെങ്കിലും അതിലൂടെ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്തരത്തിലുള്ള പല പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. കാരണം ഈ പ്രദേശത്തിൻ്റെ ഒരു ടെറൈൻ അങ്ങനെയാണ്. അത്തരത്തിലൊരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ തിരച്ചിലിന് ഇറങ്ങുന്നവർക്കൊക്കെ തന്നെ വളരെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇയാൾ ഈ സ്ഥലത്തേക്ക് തന്നെ പോയിട്ടുണ്ടാവുക അല്ലേ? കാരണം ഈ പ്രദേശത്തെ പറ്റി കൃത്യമായ വിവരം, ബോധം, കൃത്യമായ ആസൂത്രണത്തോടെയാണ് അയാൾ ഈ കൊല നടത്തിയിട്ടുള്ളത്. അതിനുശേഷം രക്ഷപ്പെടുന്നു. സ്വാഭാവികമായും അയാൾ തന്നിലേക്ക് എത്തരുത് എന്നൊരു തീരുമാനിച്ചുറപ്പിച്ച് തന്നെയായിരിക്കും ഇതിലേക്ക് പോയിട്ടും ഉണ്ടാവുക അല്ലേ? തീർച്ചയായും തന്നിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി തന്നെയാണ്. അതായത് കഴിഞ്ഞ തവണയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തവണ 2019 ഇയാളെ കാണാതായിട്ട് 5 ദിവസത്തിന് ശേഷമാണ് പോലീസിന് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത്. കാരണം അത്രമാത്രം പ്ലാനിങ്ങോടുകൂടി പ്രദേശങ്ങളെ അറിഞ്ഞ് അവിടെ നിന്ന് മാറി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരാളാണ്. ആ ഒരു തരത്തിലുള്ള ഒരു അനുഭവം മുൻകാലത്തിൽ ഉണ്ടായിരുന്ന ഈ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെ വലിയ 100 പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു 100 പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തുന്നത്. കാരണം ഈ മലനിരകൾ, ഈ വനപ്രദേശം അരിച്ചു പറക്കിയാൽ മാത്രമേ ഇയാളെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അത് ഇന്നലെ തന്നെ ഈ പ്രദേശം പൂർണ്ണമായും പോലീസ് വളഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തു. പക്ഷേ അവിടെയൊന്നും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പോത്തുണ്ടി വനമേഖലകളും നെന്മാറ നെന്മാറയുടെ അടിവാരത്തുള്ള ചില ഭാഗങ്ങളും. അപ്പോൾ ഈ പ്രദേശം കൂടി ഇന്ന് തിരച്ചിൽ നടത്തും. അതിലൂടെ തന്നെ ഇയാളെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തന്നെ തിരച്ചിൽ നടത്തുകയും ചെയ്തു. എന്നിട്ടും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ഈ ഒരു പ്രദേശത്ത് നിന്ന് ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഇയാൾക്ക് ഈ പ്രദേശം നന്നായിട്ടറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇയാൾ ഇങ്ങനെയാണ്, ചില ദിവസം ഇങ്ങനെ പോയി ആ പ്രദേശത്തൊക്കെ തമ്പടിക്കാറുണ്ട്, അയാൾക്ക് ഈ പ്രദേശമൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ചെന്താമരയ്ക്ക് എന്തായാലും ഉണ്ടാകും. സ്വാഭാവികമായും അതേപോലെ നാട്ടുകാരുടെ ചില പ്രതികരണങ്ങളിൽ കേട്ടതാണ് ഇയാൾ ദുർമന്ത്രവാദത്തിൽ വളരെയധികം വിശ്വസിച്ചിരുന്നു. മുടി നീട്ടി വളർത്തിയ ആളാണ് തന്റെ കുടുംബം തകരാൻ കാരണമെന്ന് അടിയുറച്ച് വിശ്വസിച്ചു. ഇങ്ങനെയുള്ള പല കാരണങ്ങളും ഇയാൾ വിശ്വസിച്ചിരുന്നു. അതേപോലെ തന്നെ സമീപത്തെ മറ്റ് സ്ത്രീകളോടും ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പം നാട്ടുകാരുടെ ഇതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? വളരെ സ്വാഭാവികമെന്ന് നമുക്ക് തോന്നും. അതായത് കാരണം ഒരു പ്രതി അയാൾ ഒരു കൊല ചെയ്തു, ജയിലിലേക്ക് പോകുന്നു, അതിനുശേഷം വീണ്ടും ഇറങ്ങി കൃത്യമായി ആസൂത്രണം ചെയ്ത ആ കുടുംബത്തിലെ തന്നെ ആളുകളെ കൊന്നുകളയുന്നു. അതിനുശേഷം എവിടേക്കോ ഓടിപ്പോകുന്നു. ഇത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെ പോലീസ് അതിൽ കൂടുതൽ കാര്യക്ഷമമായ നടപടികൾ അതിൽ എടുത്തില്ലേ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആ കുട്ടിയുടെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടതാണ്. പരാതിപ്പെട്ട ശേഷവും അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇയാൾ വീണ്ടും വരുന്നു, കൊല നടത്തി, വീണ്ടും ഒളിക്കുന്നു. പ്രതി എവിടെ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഗോകുൽ, തീർച്ചയായിട്ടും ഞാൻ മുമ്പ് ചോദിച്ചത്, ഈ പ്രതി ദുർമന്ത്രവാദത്തിന് ആ വിശ്വാസങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. മുടി നീട്ടി വളർത്തിയ സ്ത്രീയാണ് തന്റെ കുടുംബം തകരാൻ കാരണമെന്ന് വിശ്വസിച്ചു. അതേപോലെ തന്നെ സമാനമായ സ്ത്രീകളോട് ഭീഷണി മുഴക്കിയിരുന്നു. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്താണ് ഇക്കാര്യത്തിൽ?
അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലൊരു പ്രതികരണങ്ങൾ പല സ്ത്രീകളും നടത്തിയതാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഇപ്പോൾ ഇതിൽ പോലീസിൻ്റെ ഒരു പ്രധാന വീഴ്ച എന്ന് പറയുന്നത് ഇയാൾക്ക് 2023 ജാമ്യ ഉത്തരവ് പ്രകാരം നെന്മാറ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല. പക്ഷേ ഇദ്ദേഹം ഈ വീട്ടിലേക്ക് ഇടയ്ക്ക് വന്നു പോയിരുന്നു. അതുമാത്രമല്ല ഈ കൊലപാതകി ചെന്താമരയുടെ വീടും കൊല്ലപ്പെട്ട സുധാകരൻ്റെ വീടും തമ്മിൽ ഏകദേശം ഒരു 10 മീറ്ററിൻ്റെ വ്യത്യാസം പോലുമില്ല. അത്ര അടുത്താണ് ഈ രണ്ട് വീടുകളും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് വന്നു പോകുന്നത് സ്വാഭാവികമായും ഈ സുധാകരനും അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ജീവനടക്കം തന്നെ ഭീഷണി ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമായും ആർക്കായാലും ഊഹിക്കാൻ കഴിയുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. കാരണം ഇത്രമാത്രം ക്രൂരമായ കൊലപാതകം നടത്തിയ ഒരാൾ അന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നത് ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിൻ്റെ പുറത്താണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ജ്യോതിഷി പറഞ്ഞതനുസരിച്ചാണ് താൻ മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് തൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ വൈരാഗ്യം ഈ കുടുംബത്തോടും ചെന്താമരയ്ക്കുണ്ടായിരുന്നു. എന്നിട്ടും ഇയാൾ അയൽവക്കത്തായിട്ട് കൂടി വന്നുപോയി. അവിടെ ജാമ്യത്തുത്തരവിൽ പോലും നെന്മാറ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കാൻ ഇയാൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സ്വാഭാവികമായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ ഇയാൾ വന്നു പോരുന്നത് പോലീസ് അറിയാതെ പോവുകയോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാതെയോ പോയി. അറിയാതെ പോയി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഡിസംബർ 23 സുധാകരൻ്റെ മകൾ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് ചെന്താമരയിൽ നിന്ന് ഭീഷണിയുണ്ടെന്നുള്ള ഒരു പരാതിയാണ് അവർ നൽകിയിരുന്നത്. അപ്പോൾ ആ പരാതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പോലീസിന് അറിയാം ചെന്താമര ഇവിടെ വരാറുണ്ട് അല്ലെങ്കിൽ ഈ കുടുംബത്തെ ഭീഷണിപ്പെടുത്താറുണ്ടെന്നാണ്. അത് ജാമ്യവ്യവസ്ഥ റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് പിന്നീട് പോലീസ് പോയി എങ്കിൽ പോലും അതിനിടയിൽ ഈ കൊലപാതകം അയാൾ നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ 2 പേരെയും കൊലപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഈ കാണാവുന്ന പാടത്തിന്റെ ഭാഗത്തേക്ക് ഇവിടെയായിരുന്നു സുധാകരന്റെ അമ്മ ലക്ഷ്മി ഉണ്ടായിരുന്നതിൽ അമ്മയും ഇവിടെ വെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഇയാൾ വീട്ടിൽ പോയി ആയുധങ്ങൾ വീട്ടിൽ ഉപേക്ഷിച്ച് ഫോണും ഉപേക്ഷിച്ചതിന് ശേഷം പോയത് നേരെ ഈ പാടത്തിന്റെ ഭാഗത്തേക്കാണ്. ഈ പാടത്തിന്റെ ഭാഗം കഴിഞ്ഞാൽ അയാൾ തറവാടിന്റെ ഭാഗത്തേക്ക് പോയി. അദ്ദേഹത്തിന് ചെന്താമരയ്ക്ക് അവിടെ ഒരു തറവാടുണ്ട്. അതിനുശേഷം പിന്നീട് അതിൽ പിന്നിൽ കാണുന്ന വനമേഖലയിലേക്കാണ് ഇയാൾ കടന്നത്. ഈ വനമേഖല എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉള്ളിലേക്കും 4 കിലോമീറ്ററോളം നീളത്തിലുമുള്ള ഒരു വലിയ പ്രദേശമാണ്. അപ്പോൾ അത്രയധികം വലിയൊരു പ്രദേശം വനമേഖല കൂടിയാകുമ്പോൾ അവിടെ തിരച്ചിൽ നടത്തുക എന്നുള്ളത് ആ സ്ഥലത്തെ സുപരിചിതമല്ലാത്ത ആളുകൾക്ക് പ്രായോഗികമല്ല, അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഈ പ്രദേശങ്ങൾ അറിയുന്ന ആളുകളല്ല പോലീസ് ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് തിരച്ചിൽ നടത്തുമ്പോൾ അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട്. നാട്ടുകാരുടെ കൂടി സഹകരണത്തോടു കൂടിയാണ് അവർ തിരച്ചിൽ നടത്തുന്നത്. പക്ഷേ ചെന്താമരയ്ക്ക് അങ്ങനെയല്ല. ചെന്താമര ജനിച്ചു വളർന്ന അല്ലെങ്കിൽ കണ്ടു വളർന്ന സ്ഥലമാണിത്. ഈ വനമേഖല അയാൾക്ക് ഉള്ളം കൈ പോലെ അറിയാവുന്ന ഒരു പ്രദേശമാണ്. അയാൾക്ക് നല്ല സുപരിചിതമാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ആ പ്രദേശത്തേക്ക് പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എവിടെയെല്ലാം ഒളിച്ചിരിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തിന് അറിയാം. 2019 ഒരു അനുഭവം കൂടിയുണ്ട്. 4 ദിവസമാണ് അയാൾ പോലീസിനെ വെള്ളം കുടിപ്പിച്ചത്. 4 ദിവസത്തോളം പരിശോധന നടത്തിയതിന് ശേഷം മാത്രമാണ് പോലീസിന് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞത്. അത് വനമേഖലയിൽ നിന്ന് പിന്നീട് പുറത്തു വന്നപ്പോൾ. അപ്പോൾ ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് കുഴയ്ക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അത് മറികടക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തിയത്. പക്ഷേ അതൊരു പരാജയമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇത്തരത്തിൽ വനമേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഏതായാലും ചെന്താമരയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. എങ്ങനെയും ഇയാളെ കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ളതാണ്